ഇന്ത്യയിൽ ബിജെപി സർക്കാർ വരുന്നതായിരിക്കും നല്ലതെന്ന പാകിസ്ഥാൻ മന്ത്രി ഇമ്രാൻ ഖാന്റെ പ്രസ്താവനയെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത്. ഇമ്രാൻ ഖാൻ മോദിയെ പിന്തുണയ്ക്കുകയാണ്. അതിനാൽ അവരുമായി മോദിക്ക് ഒരു രഹസ്യ ധാരണയുണ്ടെന്നുള്ള കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. മോദിയെ സഹായിക്കാനാണോ തിരഞ്ഞെടുപ്പിന് മുൻപ് അവർ ഫെബ്രുവരി 14-ന് നമ്മുടെ 40 CRPF ജവാന്മാരെ കൊലപ്പെടുത്തിയതെന്ന് എല്ലാവരും ചോദിക്കുകയാണെന്നും കേജ്രിവാൾ ട്വീറ്റ് ചെയ്തു. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ജെയ്ഷെ-ഇ-മുഹമ്മദ് നടത്തിയ ഭീകരാക്രമണത്തെ തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുണ്ടായ തർക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭീകരാക്രമണവും അതിന് ഇന്ത്യ നൽകിയ തിരിച്ചടി രാഷ്ട്രീയ ആയുധമാക്കി ബിജെപി ഉപയോഗിച്ചുവെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഒന്നായി ആരോപണം ഉന്നയിച്ചിരുന്നത്. ഇന്ത്യയിൽ ബിജെപി സർക്കാർ വരുന്നതായിരിക്കും നല്ലതെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാനും പാക് അനുകൂലികളുമാണ് ബിജെപിയെ എതിർക്കുന്നതെന്ന് മോദി നേരത്തെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിജെപി വീണ്ടും അധികാരത്തിലേറിയാൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ സാധ്യത ഏറെയെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. തീവ്ര വലതുകക്ഷികളുടെ ശക്തമായ പ്രതികരണങ്ങൾ മറ്റു പാർട്ടികളെ പിന്നോട്ടടിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ജെയ്ഷെ-മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾക്കെതിരെ പാകിസ്ഥാൻ ശക്തമായ നടപടി തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം മോദിയെ സഹായിക്കാനാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ബിജെപി അടക്കമുള്ള വലതുപക്ഷം ആക്രമിക്കുമെന്ന ഭീതിയിൽ കാശ്മീർ ചർച്ചകളിൽ വിട്ടുവീഴ്ചകൾക്ക് അവർ തയ്യാറായേക്കില്ലെന്നായിരുന്നു ഇമ്രാൻഖാന്റെ പ്രസ്താവന. ഇതിനെതിരെയാണ് ഇമ്രാൻഖാന്റെ പ്രസ്താവന കോൺഗ്രസും മറ്റു പാർട്ടികളും ആയുധമാക്കുന്നത്. ഇതിനിടെ പാക് പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിയോടാണ് താൽപര്യമെന്നും തിരഞ്ഞെടുപ്പിൽ ബിജെപി ജയിക്കുമെന്ന ഇമ്രാൻഖാന്റെ പ്രസ്താവന ഇതിന് തെളിവാണെന്നും AICC വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞു. മോദിയോടാണ് പാകിസ്ഥാന് താൽപര്യമെന്നാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം. മോദി വിജയിക്കുമെന്ന് കരുതുന്നുവെന്ന ഇമ്രാൻഖാന്റെ പ്രസ്താവന ഇതിന് തെളിവാണെന്നും കോൺഗ്രസ് വക്താവ് പറയുന്നു. മോദി തിരഞ്ഞെടുപ്പിൽ ജയിക്കില്ലെന്നും പാകിസ്ഥാനിൽ മോദിയുടെ വിജയപടക്കം പൊട്ടില്ലെന്നും സുർജേവാല പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ ബിജെപി സഖ്യകക്ഷിയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞുവെന്നാണ് സുർജേവാല ട്വീറ്റ് ചെയ്തത്. നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്നത് പാകിസ്ഥാന് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഇമ്രാൻഖാൻ പറയുന്നതെന്നും സുർജേവാല പരിഹസിച്ചു. ആദ്യം നവാസ് ഷെരീഫ്, ഇപ്പോൾ ഇമ്രാൻഖാൻ. മോദിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന രഹസ്യം പുറത്തായിരിക്കുന്നുവെന്നും സുർജേവാല ട്വിറ്ററിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.